നെയ്യാറ്റിൻകരയിൽ പിതാവിനെ മക്കൾ സമാധിയിരുത്തിയ സംഭവത്തിൽ കുടുംബം ഹൈക്കോടതിയിലേക്ക്. നെയ്യാറ്റിൻകര ആറാലുമൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപന്റെ സമാധി മണ്ഡപം പൊളിച്ച് പരിശോധന നടത്താനുള്ള നടപടികൾക്കെതിരെ ഭാര്യ സുലോചന, മക്കളായ രാജസേനൻ, സനന്ദൻ എന്നിവരാണ് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിക്കുന്നത്. സമാധിയുമായി ബന്ധപ്പെട്ട പൂജകളും ചടങ്ങുകളും മറ്റും നടക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ കല്ലറ പൊളിക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി നൽകുന്നത്. ആർഡിഒയുടെ നടപടി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് കുടുംബം ആവശ്യപ്പെടുമെന്ന് അഭിഭാഷകൻ രഞ്ജിത് ചന്ദ്രൻ പറഞ്ഞു. അതേസമയം നല്ല ദിവസം നോക്കി അച്ഛൻ സമാധിക്ക് വേണ്ടി തെരഞ്ഞെടുത്തതാണെന്നും ഇതുമായി ബന്ധപ്പെട്ടുയരുന്ന വിവാദങ്ങൾക്ക് പിന്നിൽ ക്ഷേത്രം തകർക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ ഗൂഢനീക്കമാണെന്നും ഗോപന്റെ മകനായ സനന്ദൻ പറഞ്ഞു. സമാധി വിഷയം വിവാദമാക്കിയതിനു പിന്നിൽ ഒരു വിഭാഗത്തിന്റെ ഗൂഢനീക്കമാണ്. അവർ അത് ഉപയോഗിക്കുകയായിരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ അനധികൃതമായി തള്ളിക്കയറി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിന് സമീപത്തുള്ള വസ്തു മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടേതാണ്. അമ്പലം അടുത്തുള്ളതിനാൽ ഇത് വിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. നാഗരുടെ അമ്പലം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവരാണിപ്പോൾ പരാതിക്കാരായി വന്നിരിക്കുന്നതെന്നും സനന്ദൻ പറഞ്ഞു.